ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് വികൃതമായ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രൂപം. ഈ പറയുന്ന ക്രൈസ്തവരെയും അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെയും ഒരു കാര്യവുമില്ലാതെ അറ്റാക്ക് ചെയ്ത് പലരെയും ചെന്ന് കൊന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ എക്സ്റ്റെൻസീവായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻസീവായിട്ട് ഞങ്ങൾ അത് കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് നേരെ എന്തഴിഞ്ഞാടിലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, സംഘികൾ പാവാണ്, അവർക്ക് മണി അടിച്ചു കൊടുത്ത് പാലും കൊടുത്ത് മടി കെടുത്തി ഉറക്കുന്നവനാണ് ഞാനെന്ന് പറഞ്ഞവനാണ് ഈ ചെങ്ങായി. ഇപ്പൊ അവർക്ക് നേരെ തന്നെ അവരിറങ്ങിയപ്പോ ആൾക്ക് നന്നായിട്ട് നൊന്തു. നിനക്ക് നൊന്തു അല്ലേടാ? നൊന്തു അല്ലേ? നൊന്തതിന് ശേഷം ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ സംഘികൾക്കിട്ട് കൊട്ട. എന്തായാലും നേരം വെളുത്ത് എന്നറിഞ്ഞല്ലോ, മതി, നമുക്ക് കേൾക്കാം. ഡൽഹിയിലുള്ള ഒരു കാത്തലിക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഒരു തൃശ്ശൂരുകാരൻ ജെയ്സൺ അച്ഛൻ. ഇത് കാരണം അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റാണ്. ചില RSSകാർ കുണാപ്പന്മാർക്ക് ഇത് അറിയത്തില്ല. കാരണം നിങ്ങൾ ഇത് പോയി കാണണം, എങ്ങനെയാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത്. സംഘപരിവാറുകാർ ഇതിനകത്ത് എഴുതത്തില്ലേ, മറ്റേ സോഷ്യൽ മീഡിയ വളാന്ന് എഴുതത്തില്ലേ, പോയി കണ്ടിരിക്കണം ഇത് എങ്ങനെയാണ് ഈ കാത്തലിക് മിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന സംഘപരിവാറിന്റെ വനവാസ കല്യാണം എന്ന് പറഞ്ഞ പല സംഭവങ്ങൾ ഉണ്ടായിട്ട് അവർക്കൊന്നും ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, ഇവിടെ വരുന്നവർ കുറച്ച് കഴിയുമ്പോൾ വലിയ അസുഖമായിട്ട് തിരിച്ചു പോവുകയാണ്. പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്, ഭയന്നു പോകും. അപ്പൊ അവിടെയാണ് ഈ സംഭവം കയറി വരുന്നത്. അതായത് ഈ പറയുന്ന പാവപ്പെട്ട ആദിവാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് വിദ്യാഭ്യാസവും മറ്റും കാര്യങ്ങളും നൽകി, ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകി തെറ്റിന്റെ പാതയിലേക്ക് പോകുന്ന നക്സലാവുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബൈബിൾ പഠിപ്പിക്കുക, അതേപോലെ മറ്റുള്ള വിദ്യാഭ്യാസം നൽകുക, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു കാര്യമാണ് ഇദ്ദേഹം വളരെ ഗൗരവമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ഒരു മുസ്ലിമിന് പറയാൻ കഴിയില്ല, ഒരു ഉസ്താദിന് പറയാൻ കഴിയില്ല. ഞങ്ങൾ അവിടെ പോയി ആളുകളെ സഹായിച്ച് മതം മാറ്റി എന്നുള്ളത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ മൂഞ്ചിപ്പോവും. പക്ഷെ ഇയാൾ ഇത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കണേ, ഇയാൾക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, എൻ്റെ മതം, എൻ്റെ ആൾക്കാർ, അവരെ തൊട്ട് കളിച്ചാൽ മാത്രമേ ഞാൻ മിണ്ടൂ എന്നുള്ളത്. ഇപ്പോ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മിണ്ടുന്ന കാര്യവും എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത BJPക്കാരുടെ മുകളിലൂടെ അവർ ചെന്ന് അവരെ മതം മാറ്റി. അതാണ് പറയുന്നത്. കൊള്ളാം. അതായത് കേരളത്തിലെ CMI, നമ്മൾ രാജഗിരി കോളേജ് എന്നൊക്കെ പറയുന്ന രാജഗിരി ഹോസ്പിറ്റലൊക്കെ പറയുന്നത് ആ ഗ്രൂപ്പിന്റെയാണ് ഈ പറയുന്നിടത്ത് ഞാൻ പോയി താമസിച്ച കാർമൽ സ്കൂൾ. അപ്പൊ ആ കാർമൽ സ്കൂൾ അച്ഛനാണ് എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ഒപ്പിച്ചു തന്നത്. അപ്പൊ ആ സ്കൂളിനകത്ത് അന്ന് ഏകദേശം ഒരു 100-600 സ്റ്റുഡൻസ് ഉണ്ട്. അതിനകത്ത് 80% സ്റ്റുഡൻസും അവിടുത്തെ നക്സലൈറ്റിന്റെ മക്കളാണ്. അതായത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ സ്കൂൾ മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഏതായാലും അവരുടെ പേരൻസ് ഒക്കെ പോയി, അതുകൊണ്ട് നിങ്ങൾ ഇവരെ ഇവിടെ പഠിപ്പിക്കണം, ഈ കുട്ടികളുടെ ആഹാരത്തിന്റെ ഫീസും എല്ലാം ഗവൺമെന്റ് കൊടുക്കും. എത്ര സംഘപരിവാറുകാരൻ ഈ സംഭവം അറിയാം? എന്റെ ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. അതേപോലെ തന്നെ ഗവൺമെന്റിന് ഏതെങ്കിലും ആവശ്യത്തിന് നക്സൽ ലീഡേഴ്സുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കേണ്ട സ്ഥിതിയിലോട്ട് വരും. അവരാരെയാ ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് വിളിക്കുന്നത്? ഈ അച്ഛന്മാരെയാണ് വിളിക്കുന്നത്. എന്താ കാര്യം? കാരണം അവർക്കേ ഉള്ളൂ ഇവരുമായിട്ടുള്ള ബന്ധമുള്ളൂ. കാരണം അവരുടെ മക്കളെ ഇവിടെ താമസിപ്പിച്ചേക്കുവാണ് പഠിപ്പിക്കാൻ. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. ഈ നക്സൽ ആയിട്ട് വളരേണ്ട കുഞ്ഞുങ്ങളെ അതിൽ നിന്നും ഊരി സംരക്ഷിച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിദ്യാഭ്യാസമൊക്കെ നൽകുന്ന ഒരു നല്ല കാര്യം. ആ ഒരു നല്ല കാര്യത്തെ ആരും എതിർക്കില്ല. പക്ഷേ അതിനിടയിൽ മതം വളർത്താനാണ് ഇത് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരാളെ സഹായിക്കുകയാണ് എങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഒന്ന് ചിലപ്പോ എനിക്ക് ഒരു ലക്ഷ്യവും ഇല്ല, അയാളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനൊരു ഒന്നും വേണ്ട എന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത്. മറ്റൊരു ലക്ഷ്യം എന്തായിരിക്കാം? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഒരു മതപരിവർത്തനമാകാം, അല്ല എങ്കിൽ എനിക്ക് ഫെയിം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യമാവാം. ഈ ഒരു 2 കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കാൻ കഴിയുമെന്ന വിശ്വാസമാകാം. പല വിഷയത്തിലും നമ്മളത് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുണ്ട്, പരോക്ഷത്തിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുമ്പോൾ അവരെ മതം മാറ്റാനാണ് എന്ന് പറയുന്ന വാക്ക് തന്നെ വലിയ അപകടമല്ലേ? ഈ ഒരു കാര്യത്തെയാണ് സംഘികൾ പൊത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ സംഘികളെ കൊണ്ട് അവരെ സഹായിക്കാനോ അവരുടെ അടുത്തേക്ക് ചെല്ലാനോ പോലും കഴിയുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് അടിയിൽ കിടക്കുന്ന, ഇടയിൽ കിടക്കുന്ന ആ ഒരു ജാതീയമായിട്ടുള്ള ചിന്താഗതി തന്നെയാണ്, മനുസ്മൃതിയാണല്ലോ നെഞ്ചിൽ കിടക്കുന്നത്. താഴെയുള്ളവൻ താഴെയാണ് കിടക്കേണ്ടത്, അവൻ ആരും സംരക്ഷിക്കാനും പാടില്ല, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ബജറാങ്കികൾ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന, ഇപ്പോൾ കന്യാസ്ത്രീകളാണെങ്കിലും പള്ളിയിൽ അച്ഛന്മാരാണെങ്കിലും അത്തരം വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോൾ അവരെ കണ്ട ഞങ്ങൾ തല്ലിക്കൊല്ലും എന്നൊക്കെ പറയുന്നത്. കൊള്ളാം. ഏറെ വൈകിയാണെങ്കിലും താങ്കൾ ഇതൊക്കെ തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താണ് ഈ അച്ഛന്മാരെ ഇവരുടെ മക്കളെ പോലും ഈ നക്സൽ അല്ലാതാക്കി മാറ്റി പൊതുസമൂഹത്തിലോട്ട് കൊണ്ടുവരിക? ഇത് മാത്രമാണ് അവരിവിടെ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ തന്നെ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഈ ബീജാപൂരിലും ഈ നാരായൺപൂരിലും ഈ അതേപോലെ തന്നെ ഗഡ്ചറോളിയും ബാമ്രാഗഡ്, അത് മഹാരാഷ്ട്ര, ഇതെല്ലാം ഒരു ബെറ്റി ദണ്ഡകാരണ്യ കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ കാത്തലിക് സ്കൂളുമായിട്ടും ഹോസ്പിറ്റലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇവർ എത്ര രൂപ ഉണ്ടാക്കുന്നു നിങ്ങൾ പോയി കാണണം.
ഇവരുടെ കയ്യിൽ പണമൊന്നുമില്ല. ഈ നാട്ടിൽ നിന്ന് ഈ CMIയുടെ പല ആൾക്കാരും അവർ ഈ അഡ്മിഷനൊക്കെ കിട്ടുന്ന പണം എടുത്ത് അത് കുറച്ച് വിഹിതവർക്ക് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന എല്ലാം ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള നെക്സലൈറ്റ് അവർ പൈസ കൊടുക്കും. ഇത് ഗവൺമെന്റാണ് അവർക്ക് ചെറിയ ഫീസ് എന്ന രീതിയിൽ അവർക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നത്. അത് ഗവൺമെന്റ് തന്നെ ഇവരെ കൊണ്ട് നടത്തുന്നത്. അതായത് നക്സലൈറ്റിന്റെ മക്കൾക്ക് ഗവൺമെന്റിനെ വിശ്വാസമില്ല, ഗവൺമെന്റ് അവിടെ പോകാൻ പറ്റത്തില്ല. അവിടെ പട്ടാളത്തിന്റെ ക്യാമ്പ് ഇടും. അവർ ROP ഉണ്ട്, റോഡ് ഓപ്പണിംഗ് പാർട്ടി. കാരണം അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആദ്യം പട്ടാളമോ അതേയില്ല പാരാമിലിറ്ററി ആ റോഡ് ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ പബ്ലിക്കിന് പോലും യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ട്രൈബൽസ് ഏരിയയിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു, ഞങ്ങൾ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, വസ്ത്രങ്ങൾ കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ ഞങ്ങൾ മതം മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ സാധനമാണ്. മതപരിവർത്തനം തന്നെയാണ് നടക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ്. ഇനി ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. ഈ ക്രിസ്ത്യൻ മതം എല്ലാ രാജ്യങ്ങളിലേക്ക് എത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ രാജ്യങ്ങളും ഇവർ കീഴടക്കിയിരുന്നല്ലോ. ഫ്രഞ്ചുകാരും അതേപോലെ തന്നെ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ പല ആളുകളും കൈയടക്കിയിരുന്നു. ഈ ഒരു വേദികളുടെ ഇടയിലൂടെയാണ് പലയിടങ്ങളിലായിട്ട് ഇവർ മതം മാറ്റങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ഒരു കോളനിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ക്രിസ്ത്യൻ മതം ലോകം മുഴുവൻ വ്യാപിക്കില്ല. അപ്പൊ അന്ന് മുതലേ മതം വളർത്തുക എന്ന ലക്ഷ്യം ഈ ഒരു മതത്തിനുണ്ട്. തിരുവനന്തപുരത്ത് സൂവിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം പറയാണ്. 2 സ്ത്രീകൾ വന്നു, വെൽ ഡ്രസ്ഡ്, അടിപൊളിയായിട്ട് അവർ സംസാരിക്കുന്നു. ഒരു 10-40 വയസ്സായിട്ടുണ്ടോ. കുറെ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ ഇടയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി. അതിനിടയിൽ അവരൊരു ചെറിയൊരു പുസ്തകം കൊടുത്തു, കുഞ്ഞൊരു പുസ്തകം. എന്നിട്ട് അവരെ പതുക്കെ 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 ഈ കുറച്ച് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പറഞ്ഞ് ആ ഒരു മതത്തിലേക്ക് അവർ അടുപ്പിക്കാനുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഈ കുട്ടികൾ അത്ര വലിയ പ്രായമുള്ളവരല്ലാത്തത് കൊണ്ടും കുറച്ച് വിദ്യാഭ്യാസം കൂടുതലുള്ളത് കൊണ്ടൊക്കെ തന്നെ അവരതിനെ നൈസായിട്ട് ഒഴിവാക്കി വന്നു. പക്ഷെ അവര് ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോവുക. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഇത്തരം ആളുകൾ കുറച്ച് കൂടുതലായിട്ട് വന്ന് ഈ ചെറു പുസ്തകങ്ങൾ കൊടുത്ത് ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പൊ സാമുവലും പറയുന്നത്. ഇന്ത്യയിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ ഒട്ടാകെ ഇവർ ഇത്തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത്. ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റി ആക്കുക എന്ന ലക്ഷ്യമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇതേ കാര്യം ഒരു മുസ്ലിമിന് പറയാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അവർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മതം ഇഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന ആളുകൾക്ക് ആ മതത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൽ വരാൻ കഴിയില്ല. അടുത്തൊരു ചോദ്യം, ഈ ആൾക്കാരെ മതം മാറ്റുന്നു. കുറച്ചു നാൾ മുമ്പ് ഇപ്പൊ അതായത് സാക്ഷാത് നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തില്, ഇതൊക്കെ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. അതായത് ഉനോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ദളിത് പശുവിന്റെ ഇറച്ചി കഴിച്ചു എന്നും പറഞ്ഞ് അവനെ അവിടെ ആൾക്കാരെല്ലാം കൂടെ ആൾക്കൂട്ടം കയറി തല്ലുന്നു, ബഹളമാകുന്നു, വലിയ വാർത്തയാകുന്നു. ഇതിനെപ്പറ്റി സംഭവം എന്താണ്, റിയാലിറ്റി അറിയാൻ ഇവനെ കാണാൻ ഞാൻ പോയി. കാണാൻ ഉണ്ടായൊരു സംഭവമാണ്. കാരണം ദളിത്സ് ആണ്, ഒരു ഭാഗത്ത് മാറി താമസിക്കുന്നതാണ്. അപ്പം ഞാൻ ഇവരോട് സംസാരിച്ച് എന്താ ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ മനസ്സിലാക്കുക, ഹിന്ദു മതത്തിലുള്ള ജാതീയതയാണ് ഇതിൻ്റെ അത് ഇഷ്യൂ. ഹിന്ദു മതത്തിലുള്ള ജാതീയതയാണ് എല്ലാത്തിനും വിഷയം. സംഘികളെ നിങ്ങൾ വാപൊത്തിരി മൂലക്കിരുന്നോളി, നിങ്ങൾക്കുള്ള പണി കൂട്ടമായിട്ട് എല്ലാവരും തന്നു തുടങ്ങി. കൊള്ളാം. ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ധർമ്മസ്ഥല വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ധർമ്മസ്ഥല വിഷയത്തിൽ ഹിന്ദുക്കൾ ഒന്നിക്കുക എന്ന് പറയുന്ന ശശികല മേഡത്തിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. 475 ആളുകളുണ്ട്, 90 സ്ത്രീകൾ, പിന്നെ കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ കൊന്നിട്ടുണ്ട്. ഈ ഹിന്ദുക്കൾ ഒന്നിപ്പിക്കുന്നവർ അവിടെ ഞാൻ കണ്ടിട്ടില്ല. ചെറുതായിട്ട് ഇട്ട് എന്നുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അതായത് ഗുജറാത്തിലൊക്കെ ഈ പശുവൊക്കെ ചത്തു കഴിഞ്ഞാൽ അത് എടുത്തു കൊണ്ടുപോയി കുഴിച്ചിടേണ്ട കടമ അല്ലെങ്കിൽ ആ ജോലി ചെയ്യേണ്ടത് ഒരു കൂട്ടം ആളുകളാണ്. അതായത് ദളിതരായ കുറച്ച് ആളുകൾ. അതേപോലെ തന്നെ ഇപ്പോഴും മറ്റേ തീട്ടം കോരുന്ന പരിപാടിയൊക്കെ അവിടെ എപ്പോഴും ഉണ്ട്. കാവ ക്ലീൻ ആക്കുന്ന പരിപാടി, അങ്ങനെ കുറെ, അതൊക്കെ ഓരോ ആളുകൾ ചെയ്യണം എന്നുള്ളതാണ്. ഒരു പശു ചത്തപ്പോ ആ പശുവിനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ ഒരാളെ വിളിക്കുന്നു. അവനെ രാത്രിയാണ് വിളിക്കുന്നത്, അതുകൊണ്ട് അവന് പറ്റില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ പൈസ തന്നാൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇവനെ അടിച്ചാണ്ട് അടിച്ച് തീരുമാനമാക്കി ഇട്ട്. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ സംഘികൾ സ്വപ്നം കാണുന്ന ഇന്ത്യ, മനുസ്മൃതിയുടെ അങ്ങേയറ്റം കൊള്ളാം. ഇങ്ങനെയാണോ പല കമ്മ്യൂണിറ്റിയും പലയിടത്തും ജീവിക്കുന്നത്? എലിയെ തിന്ന്, അതായത് വലിയ പന്നിയിൽ എന്നൊക്കെ പറയത്തില്ല, അതിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ഇന്ത്യയിലുണ്ട്. ഇന്നും ഇന്ത്യ ഒരു പട്ടിണി രാജ്യമാണ്, മനസ്സിലാക്കുക. ഓഫ് മാൻ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ പ്രതികരിക്കണം. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യ അടിപൊളിയാണ് എന്ന് പറഞ്ഞ ആള് തന്നെ പറയാണ് പട്ടിണിയാണ് ഇന്ത്യയിലുള്ള ആളുകൾ, ഇന്ത്യ പട്ടിണിക്കാരാണ് ആകെ എന്നുള്ളത്. കൊള്ളാം. ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കണം കേട്ടാ. നിങ്ങൾക്ക് ഇട്ടൊന്ന് കൊട്ട് കിട്ടിയപ്പോ നിങ്ങൾ മിണ്ടി, മുസ്ലിങ്ങളെ കൊട്ടിയപ്പോ നിങ്ങൾ ഏഹെ, ദളിതരെ തൊട്ടപ്പോ നിങ്ങൾ ഓഹോ, മണിപ്പൂരിന്റെ സംഘികൾ അഴിഞ്ഞാട്ടം നടത്തിയപ്പോ നിങ്ങൾക്ക് ഹ, ബാബരി മസ്ജിദ് തകർത്തപ്പോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, നിങ്ങളെ തൊട്ടപ്പോ പൊള്ളി. കൊള്ളാം, സത്യം തുറന്നു പറ. അങ്ങനെ തന്നെ. അതായത് ദളിത് കമ്മ്യൂണിറ്റിക്ക് അവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിനും എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി ക്രിസ്ത്യൻ മിഷണറിമാർ ത്രൂ.
പിന്നീട് അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ബജരാങ്കൾ ഇവരൊന്നും ഈ നല്ലപോലെ രാവിലെ എണ്ണിച്ച് വൃത്തിയായി കുളിച്ച് വെൽ ഡ്രസ് ഇട്ട് പോകുന്നവർ, കാരണം അവന് വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പൊ ഇവന് ഈ ഇവാഞ്ചലിസ്റ്റോ പാസ്റ്ററോ ഒക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ ബൈബിളിൽ വിശ്വസിച്ച് വന്നു കഴിയുമ്പോൾ, ഇവൻ ആദ്യം എഡ്യൂക്കേഷൻ കിട്ടുന്നു, രണ്ടാമത് ഇവൻ വെൽ ഡ്രസ്ഡ് ആവുന്നു. അതായത് നല്ലപോലെ കുളിച്ച് ഡ്രസ് ചെയ്ത് പ്രോപ്പറായിട്ട് അവൻ പോകാൻ തുടങ്ങുന്നു. ഒരാളെ സഹായിക്കുമ്പോൾ ആ സഹായത്തിന് സഹായം എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ആത്മാർത്ഥത എന്നൊരു കാര്യം പണയം വെക്കാതെ വേണം പോവാ. അതായത് സഹായിക്കുന്നവനെ സഹായിക്കുക, ഒരു കൈ കൊടുക്കുന്ന മറു കൈ അറിയരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് അതേപോലെ ചെയ്യുക. അല്ലാതെ അവനെ സഹായിച്ച് ആ മതം മാറ്റി കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് ഉള്ളത്? വളരെ മോശമല്ലേ അത്? എനിക്ക് കൂടുതലായിട്ട് അത് വിവരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇയാൾ ന്യായീകരിക്കുകയാണ്. മുസ്ലിങ്ങളോ ആണ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ന്യായീകരണം ഉണ്ടാവില്ല. ഇതൊന്നും ഇവൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ ദളിതു ആദിവാസിയ, ഇവൻ മറ്റേ അപ്പർ കാസ്റ്റ്. അവന്റെ മുമ്പിൽ കൂടെ ഇവൻ പാന്റും ഷർട്ടും ഇട്ട് ഷൂ ഇട്ട് പോകുന്നത് ഇവനെ ദഹിക്കുന്നില്ല. കാരണം അവന് ജോലിക്കാരനെ കിട്ടുന്നില്ല. ഇതാണ് ഇഷ്യൂ. ഈ ഇഷ്യൂവിന്റെ മേളിലാണ് ഈ ബജരാംഗ് എന്ന് പറഞ്ഞ ഗുണ്ടകൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് സംഘപരിവാർ ഉണ്ടാക്കിയെടുത്ത നികൃഷ്ട ഇന്ത്യയുടെ രൂപമാണിത്. അത് എല്ലായിടത്തും ഇപ്പൊ ഉണ്ടായി. അടിപൊളി. എല്ലായിടത്തും ഇപ്പോഴും ഉണ്ടായത്, മുന്നല്ലേ. പുൽക്കൂട് തകർത്തപ്പോ, അതേപോലെ പള്ളി തകർത്തപ്പോ അപ്പോഴൊന്നും ഉണ്ടായില്ലല്ലേ. ഇവനൊക്കെ നേരം കൊടുക്കാൻ ഒരുപാട് വൈകുന്നുള്ളതാ. സ്വന്തം വീട്ടിലേക്ക് ഓരോന്ന് കയറുമ്പോഴാണ് ഓരോ ആളുകൾ ഉണ്ട്. ഇപ്പൊ ധർമ്മസ്ഥല വിഷയം കേരളത്തിലുള്ള ഒരാൾക്കും വലിയ കുഴപ്പമില്ല, ആരും മിണ്ടുന്നു പോലും ഇല്ല. കാരണം നമ്മളെ വീട്ടിലൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായത് മൊത്തം അവിടെയുള്ള ആളുകൾ. ഏറെ ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മളെ സഹോദരന്മാരെന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇന്ത്യക്കാർക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന അക്രമങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും പറയാണ്ടായിരുന്നില്ല. നിങ്ങളെ തൊട്ടപ്പോൾ മാത്രമേ പറയാനുള്ളൂ. കൊള്ളാം. അപ്പൊ ഇതിനൊരു ഉറപ്പായിട്ടും ഇതിനൊരു അന്ത്യം ഉണ്ടാകും, തിരിച്ചടി ഉണ്ടാകും ഇത്. കാരണം ഈ പറയുന്ന നമ്മളിപ്പോ നോർത്ത് ഈസ്റ്റ് എടുക്കുക, ഈ പറയുന്ന ബജരാംഗ് RSS അവിടെ കയറാൻ പറ്റൂ? ആ രീതിയിലാക്കിയില്ലേ? ആരാക്കിയത്? നിങ്ങൾ തന്നെ ആക്കി. നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല. അവനെല്ലാം കൂടെ അവൻ ഇഷ്ടമുള്ളെടുത്ത് പോയി. ഇന്ന് അവിടെ പോയി നിങ്ങൾക്ക് ഈ പറയുന്ന RSSന്റെയോ ഈ പറയുന്ന BJPയുടെ സ്ലോഗൻ അവിടെ പറയാൻ പറ്റും. BJP അവരൊന്നും എന്നിട്ട് ഒരു BJPക്ക് വോട്ട് ചെയ്യുന്നവരാ. അതിന്റെ കാര്യം എന്താ? നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു. അവരെ നോക്കാൻ മറ്റുള്ള മിഷണറിമാർ കയറി. ഓക്കെ, അപ്പോ സംഭവം അത്രേ ഉള്ളൂ. സംഘികളുടെ ഇടയിലുള്ള ഈ ഒരു മനോഭാവമുണ്ട്, ജാതീയ സിസ്റ്റം. ആ സിസ്റ്റം മാറാതെ ഹിന്ദുക്കൾ ഞാൻ ഒന്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ചേട്ടായി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ വന്ന് അവരൊക്കെ മതം മാറ്റും എന്നുള്ളത്. അതാണ് അതിന്റെ ചുരുക്കം. ഇത് ഇന്ത്യയുടെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് തമിഴ്നാടിന് BJP ക്ലച്ച് പിടിക്കാൻ പറ്റാത്തത്? അവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയെ നോക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. ഇത് ഈ ഇഷ്യൂവിനെ, അതായത് ജാതിപരമായ ഇഷ്യൂവിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അതിനെ അഡ്രസ് ചെയ്തില്ല. കാസ്റ്റ് ഇന്ത്യയിൽ ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ പറയുന്ന മതപരിവർത്തനം ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഹിന്ദുക്കൾ ഒന്നിക്കുകയും സംഘികളും തമ്മിലൊരു ബന്ധമില്ല എന്നൊരു കാര്യം ചേട്ടായി ആദ്യം മനസ്സിലാക്കുക. വിദ്യാശൂന്യരായുള്ള കുറെ നാറികൾ അവിടെ കിടന്ന് കുരയ്ക്കുന്നത് കൊണ്ടാണ് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ പോലെയുള്ള ആളുകൾ മതം വളർത്താൻ ശ്രമിക്കുന്ന നിങ്ങളല്ല, മതം വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് വിജയിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ സത്യമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു ക്രിസ്ത്യാനായ താങ്കൾക്ക് ഇത് പറയാൻ കഴിയുന്നത് പോലെ ഒരു മുസ്ലിമിന് പറയാൻ കഴിയില്ല. ഒരു ഹിന്ദുവായി ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാവരും നടന്ന് മതം മാറ്റാൻ പോവുകയാണെന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും തരുന്ന ഒരു മൗലികാവകാശമാണ് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് താങ്കൾ പറയുന്നത് എന്ന കാര്യം നമുക്കറിയാം. പിന്നെ താങ്കൾ ഇന്ത്യയിലല്ലേ താമസിക്കുന്നത്, താങ്കൾ പുറത്താണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ധൈര്യമായിട്ട് പറയാലോ, അവിടെ വന്നിട്ടൊന്നും ചെയ്യാൻ പോണില്ല. നേരെ തിരിച്ച് ഇവിടെയുള്ള ആളുകൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. നിങ്ങൾ ഇത്രയും നാള് സംഘികളെ പാലൂട്ടി വളർത്തിയ ഒരു മനുഷ്യനാണ്. ഇന്ന് നിങ്ങൾ തലതിരിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോൾ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യന്മാരായിട്ട് കാണുക, അല്ലാതെ മതം വേർതിരിച്ചു ജാതി വേർതിരിച്ച് കാണാതിരിക്കുക. അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് കരയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ആരും നിൽക്കാത്തത്. പക്ഷെ എന്നെപ്പോലെയുള്ള ആളുകൾ, നിഷ്പക്ഷരായ ആളുകൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സംസാരിക്കുക തന്നെ ചെയ്യും. ആ 2 കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിനെതിരെ ശക്തമായിട്ട് തന്നെ ഞങ്ങളൊക്കെ പ്രതികരിക്കുകയും ചെയ്യും. അതിനി ഇതൊരു ഉസ്താദിന്റെ പേരിലാണെങ്കിൽ പോലും ശരിയാണ് എന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കും. മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ചില ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ഇസ്ലാം വിശ്വാസികളുടെ അടുത്ത് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ വർക്ക് ചെയ്യുന്നില്ല? ചോദ്യം കറക്റ്റാ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നവര് നിങ്ങൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ, അതായത് കാശ്മീരിൽ ശരിക്കും വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. അതായത് കാശ്മീരിൽ പാകിസ്ഥാനി വർക്ക് ചെയ്യുന്നില്ലേ? ഇന്ത്യയുടെ അതേപോലെ തന്നെ മീററ്റില്, അതേപോലെ തന്നെ മുസ്ലിങ്ങളുള്ള പോക്കറ്റില് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന ചോദ്യമാണ്. ഇവിടൊക്കെ ഇവർ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കാത്തത് ഇവർ പബ്ലിസിറ്റി ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അതായത് ഇറാനിൽ പോലും വർക്ക് ചെയ്യാനും സൗദി അറേബ്യ വർക്ക് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ്, അതായത് ഇവാഞ്ചലിസ്റ്റുകൾ ലോകത്തെവിടെയും വർക്ക് ചെയ്യും.
നിങ്ങൾക്ക് അങ്ങനെയൊന്നും കയറി തടയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ പ്രശ്നമാണ് ആദ്യം തീർക്കേണ്ടത്. ഓക്കെ ഞാൻ ഇയാൾ വാചാലനാവുന്നു നന്നായിട്ട്. വാചാലനൊക്കെ നിൽക്കട്ടെ. എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. ഫിനാൻഷ്യലി ഇവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളാണ്, മുസ്ലിങ്ങളായ ആളുകൾ. പരമാവധി അവർ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടാണ് അവർ കുടുംബം മുന്നോട്ട് പോകുന്നത്. ആ വിദ്യാഭ്യാസവും കിട്ടുന്നുണ്ട്, പരമാവധിയൊക്കെ, എല്ലാവർക്കും നല്ല പരമാവധി വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അവരൊരിക്കലും ഒരു ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രണ്ട് മതവും ഏകദൈവ വിശ്വാസം തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും ഇവർ പ്രവർത്തിക്കുന്ന രീതികൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. ഇപ്പോ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു മതപരിവർത്തനം ഇസ്ലാമിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരൊരു പാലും പഴവും കൊടുത്തിട്ടും പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സാമുൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭക്ഷണവും അരിയും പഞ്ചസാരയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവരെ മതം മാറ്റുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ശശികല പറയുന്ന വാക്കുകളൊക്കെ ശരി തന്നെയാണ്, അരിയും പഞ്ചസാരയും കൊടുത്ത് ഒരു മതം മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യം. ഏതൊരു മനുഷ്യനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് സഹായിക്കുമ്പോൾ കുഴപ്പമില്ല. അതിൽ നിന്നൊരു ബെനഫിറ്റ് വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു സഹായമായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. എല്ലാവരെയും മനുഷ്യന്മാരായിട്ട് കാണുക. ദളിതരെ സംഖ്യകൾ ചവിട്ടിക്കൂട്ടിയപ്പോഴോ മുസ്ലിങ്ങളെ ചവിട്ടിക്കൂട്ടിയപ്പോഴോ മിണ്ടാത്ത ആളുകൾ ഇപ്പം മിണ്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൊള്ളിയത് കൊണ്ടാണ്. ഞാൻ മുസ്ലിമും അല്ല ക്രിസ്ത്യാനിയും അല്ല, പക്ഷെ ഇവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതാണ് മനുഷ്യത്വം. അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.